തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നല്ല തോതിൽ ബി.ജെ.പിക്ക് കിട്ടി. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചതും. കേരള കോൺഗ്രസുകൾ പോലുള്ള ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബി.ജെ.പിയിലേക്ക് കിട്ടിയതാണ് ആ വോട്ട്. ആ ഒരു നില തന്നെ മധ്യകേരളത്തിന് ഉണ്ടാകണം എന്നാണ് ബി.ജെ.പി ആഗ്രഹിച്ചിരുന്നതും. എത്ര വോട്ട് മറിഞ്ഞു വരും എന്നതിന്റെ ഒരു അനുപാത കണക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പോടുകൂടി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ബി.ജെ.പിയിലേക്ക് അങ്ങനെ വോട്ട് മറിഞ്ഞാൽ അപ്രസക്തരാകുന്നത് ഇവിടുത്തെ LDF-ലും UDF-ലുമുള്ള കേരള കോൺഗ്രസുകാരാണ്. 1965 മുതൽ ഇരു മുന്നണികളിലേക്കും ക്രിസ്ത്യൻ വോട്ടുകളുടെ നല്ലൊരു പങ്കും എത്തിയിരുന്നത് കേരള കോൺഗ്രസുകൾ വഴിയാണ്. 60 വർഷത്തെ ആ പാരമ്പര്യം മുറിയുമോ എന്ന ചോദ്യമാണ് പാലായിലും കോട്ടയത്തും തൊടുപുഴയിലും കടുത്തുരുത്തിയിലും പൂഞ്ഞാറിലും ഒക്കെയും ഉയരുന്നത്. അപ്പു ജോസഫ് കൂടി ചുമതലയേറ്റതോടെ ഒന്നാം തലമുറയിൽ നിന്ന് പൂർണ്ണമായും രണ്ടാം തലമുറയിലേക്ക് കേരള കോൺഗ്രസുകൾ കടന്നു കഴിഞ്ഞു. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളുടെ കുത്തകാവകാശം ഇനി ആർക്ക് എന്ന ചോദ്യത്തിനാണ് ഉത്തരമുണ്ടാകാൻ പോകുന്നത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.